എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം കുറച്ച് സൈഡ് വേസ് മൂവ്മെൻറ്റ്, ഇടയ്ക്കൊരു മൂവ്മെൻറ്റ് തന്നു. അത് R1 അടുത്ത് വരെ പോയി. പ്രീവിയസ് ഡേ ഹൈ വന്നില്ല, R1 ഏകദേശം അടുത്ത് വരെ വന്നു. പക്ഷേ പിന്നീട് വന്ന് CPR-നുള്ളിൽ കയറി പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് മാത്രമായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. എന്നാലും മാർക്കറ്റ് ഈവനിങ് ഓപ്പണിംഗ് തൊട്ട് ക്ലോസിംഗ് വരെ ഒരു പ്ലസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇൻഡെക്സിന് കൊടുത്തത്, നിഫ്റ്റിക്ക് കൊടുത്തത്. ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ ഹൈ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം ഹൈയിൽ തന്നെ പോയി. ഇടയ്ക്ക് ചെറിയൊരു ഇതുപോലെ വന്നെങ്കിലും നല്ല രീതിയിൽ ഹൈയിൽ പോയി മാർക്കറ്റല്ല ബാങ്ക് പോയി. പക്ഷേ ഇൻഡെക്സ് മറ്റുള്ള ഇൻഡെക്സിലൊക്കെ മിഡ് ക്യാപ്പിനകത്ത് നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പ് 2%, ഇവിടെ നോക്കിയാൽ 2% അടുത്ത് കയറി. ഇനിയും ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്നീ സൈഡ് വേസ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ അപ്പിലോ പോകാനാണ് കൂടുതലും ചാൻസ്. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ മൊത്തത്തിൽ വീക്ക്നെസ് ഉണ്ട് മാർക്കറ്റ്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം 23,000 താഴെ ഒരു പ്രാവശ്യം ട്രേഡ് ആകാനും ചാൻസ് ഉണ്ട്. ട്രേഡ് ആയാലും കവറിങ് വരാനാണ് കൂടുതലും ചാൻസ്, കൂടുതലും ഒരു ഷോർട്ട് ടൈമിലേക്ക്. പക്ഷേങ്കിൽ ഒരു ലോങ് ടൈം വ്യൂവിലൊരു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. മാർക്കറ്റ് താഴോട്ട് ഒരു 100 അല്ലെങ്കിൽ 500 പോയിൻ്റ് പോയാൽ അതിനെക്കാട്ടി കൂടുതൽ പോയിൻ്റ് ഇറങ്ങിപ്പോകും മാർക്കറ്റ്. അപ്പോൾ വരുന്ന ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഷെയറുകളൊക്കെ ബുക്ക് ചെയ്ത് മാറുക. പിന്നെ ലോങ് ടൈമിലേക്ക് നമ്മൾ പിന്നെ വ്യൂവിലെടുക്കുന്ന ഷെയറുകളൊക്കെ വെക്കുക. താഴെ വരുവാണെങ്കിൽ ആവറേജ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം വലിയ കുഴപ്പമില്ലാത്ത മാർക്കറ്റായിരുന്നു. ഷെയറുകളെല്ലാം നല്ല രീതിയിൽ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2, 4, 6, 8 ഷെയർ എടുത്ത് ആ 8 ഷെയറിനകത്ത് ഒരു 3 ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു പലയിടത്തിലായിട്ട്. ഇപ്പം PPL ഫാർമ ആണെങ്കിലും പ്രീവിയസ് ഡേ ഹൈ അടുത്ത് വരെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ ഇതാണ്. അപ്പം ഇതിനടുത്തിട്ട് 42, 41 വന്നിട്ട് വൺ സൈഡ് ഇറക്കം താഴോട്ട് ഇറങ്ങി. അതിനുശേഷം ലാസ്റ്റിൽ കവറിങ് വന്നു. ബയോക്കോണിനകത്താണെങ്കിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ നമ്മൾ നോക്കിയറിയാം. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടെ കട്ടായി 377 കട്ടാകുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 82ൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടുക. നമുക്ക് 377 എന്നത് 71 വരെ 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. പിന്നെ അത് വൺ സൈഡ് മൂവ്മെൻ്റാണ് കാണിച്ചത്. ഇവിടെ നമുക്കൊരു എൻട്രി തരുന്നുണ്ട്, പക്ഷേങ്കിൽ ചെറിയ പ്രോഫിറ്റേ തരുന്നുള്ളൂ. 84 എന്നത് 82 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുകയാണെങ്കിൽ 2 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പോകും. പിന്നെ നമുക്ക് റെഡിങ്ടൺ നല്ല സൂപ്പർ ചാൻസ് ആയിരുന്നു. റെഡിങ്ടൺ ഇവിടെ നോക്കിയറിയാം. ഓപ്പണിങ് ഇവിടെ ഓപ്പണായി, അത് നേരെ പ്രീവിയസ് ഡേ ഹൈയോ R1 അടിച്ചിട്ടില്ല, ഇവിടം വരെ പോയി. എന്നിട്ട് തിരിച്ചിവിടെ ഇറങ്ങി. നമ്മൾ 208-90 റേഞ്ചിലെടുത്താൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് 198, 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ ആവറേജ് വരുന്നിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി. ആവറേജ് 206 ആയിരുന്നു ആ സമയത്ത്. അതിന് മുകളിൽ ട്രേഡായി. പിന്നെ വൺ സൈഡ് താഴോട്ട് വീണ്ടും ഇറങ്ങി. ഇത്രയും ഷെയറിനകത്തുള്ള നമുക്ക് ചാൻസുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളെ കുറേ ഷെയറുകളുണ്ട് നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ഷെയർസ് ഒന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ചാൻസ് കിട്ടിയപ്പോൾ കുറച്ച് ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ആംബർ എന്ന് പറയുന്ന ഷെയർ, അത് പിന്നെ ഇതാണ് മൈനസിലാണ് ഷെയർ. ഇതിൻ്റെ ആവറേജ് ശ്രദ്ധിച്ചാൽ 6,971, ക്ലോസിങ് ഏകദേശം 80 രൂപ താഴെയാണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഒരു പ്രാവശ്യം വേണമെങ്കിൽ 7,000-ന് മുകളിൽ പോയാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ കണ്ടില്ലേ പിവോട്ട് 7,019 അല്ലെങ്കിൽ ഈ റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും മാർക്കറ്റിൽ. നമുക്ക് സെല്ലിങ്ങിന് നല്ല ചാൻസ് കിട്ടും. ഇവിടെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ പിവോട്ടെ ടച്ച് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫോണിക്സ് ലിമിറ്റഡ്
1570 ക്ലോസിങ് വന്നിരിക്കുന്നത്. ആവറേജും അത് തന്നെ. അതിൻ്റെ R1 വന്നിട്ട് 1614, പ്രീവിയസ് ഡേ ഹൈ 610, ഏകദേശം അടുത്തടുത്താണ്. ഈ 2 ലെവൽ ഓപ്പണിങ്ങിൽ വന്ന് അടിച്ചിറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലൊരു ചാൻസ് കിട്ടും. ആവന്തി ഫീഡ് നമ്മൾ R2 എന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓപ്പണിങ് കിട്ടണമെന്നേ ഉള്ളൂ. ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് പിന്നെ കയറിപ്പോയെങ്കിൽ പിന്നെ അധികം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ റേഞ്ചിൽ നിന്ന് R1 R2 ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ സൂപ്പർ ചാൻസ് ആയിരിക്കും. R1 എന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നോർമൽ നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് മാറാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സ്വാൻ എനർജി അതുപോലെ R1 R2 റേഞ്ച് ഏത് റേഞ്ചിൽ നിന്നാണോ ഫസ്റ്റ് റിവേഴ്സ് ആകുന്നത് നോക്കുക, അവിടുന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ATGL ഹൈയും R1 എന്ന് നോക്കി. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവറേജ് 682 അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ഇതിന് മുകളിൽ കയറി വീക്കാവുന്നതെന്ന് നോക്കണം. ഇതിന് മുകളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അതല്ല, നല്ല മൂവ്മെൻറ്റ് കിട്ടി ഈ റേഞ്ച് പോയി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ബൽറാംപൂർ ചിനി R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടിയാൽ നല്ല സാധ്യതയുണ്ട് താഴോട്ട് ഇറങ്ങാൻ. PNC ഇൻഫ്ര R1 നോക്കുക, R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. മസ്ഡോക്ക് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഈ 2300 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയറിനകത്ത്. പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങിയാലും ചാൻസ് ഉണ്ട്. ജാഷ് എൻജിനീയറിങ് ഹൈയെ R1 ഏകദേശം അടുത്ത്. അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഗോൾഡിയം എന്ന് പറഞ്ഞ ഷെയറും R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. JBMA R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അഡാനി ഗ്രീന് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കണ്ടിട്ട് നോക്കാം. നാളെ ഗ്രൂപ്പിലത് നോക്കി അപ്ഡേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഒലക്ട്ര എന്ന് പറയുന്ന ഷെയർ 1500 പോയാൽ 1521 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും, നോക്കുക അത്. അല്ലെങ്കിൽ 1500 പോയിട്ട് 478 1500 മുകളിൽ പോയിട്ട് 1521 പോകുന്നില്ല, 1505 അടിച്ചിട്ട് 1500 താഴെ പോകണമെങ്കിൽ പ്രാവശ്യം സെല്ല് ചെയ്യുക. 5 രൂപയുടെ റിസ്ക് എടുക്കുക അവിടെ. ഓക്കെ, അഡാനി പവർ ഇത് അപ്പർ സർക്യൂട്ടാണ് ഈ ഷെയർ. R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല 550 പോയിട്ട് ഈ 539-80 കട്ട് ചെയ്ത് താഴെ പോകണമെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സൂര്യറോഷിനി 300 മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ 296 ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ന് ലിസ്റ്റായ ഷെയറാണ്. അപ്പോൾ ഈ ഷെയറിനകത്ത് ഇത് എനിക്ക് നോക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻട്രി ചെയ്യും. പക്ഷേങ്കിൽ പുതുതായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തൊക്കെ പണി കിട്ടും. അപ്പോൾ കഴിവത് ഒഴിഞ്ഞിരിക്കുക. പിന്നെ നല്ല ചാൻസ് ലെവലേക്ക് കിട്ടുവാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഷെയർ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ 500 റേഞ്ചിൽ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ നാളെ. ഞാനാണ് ഈ റേഞ്ചിലൊക്കെ ഓപ്പണിങ് ഹൈ പോയിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ചെറിയ എൻട്രി എടുക്കും, വലിയ എൻട്രി ഒന്നും എടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ നാളെ തന്നെ. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ലെവലുകൾ ശ്രദ്ധിക്കുക. അവിടുന്ന് നമുക്ക് നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി ചെയ്യുക. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.